15 മാസത്തെ യുദ്ധത്തിന് വിരാമം. ഗസയിൽ സമാധാനമെത്തുന്നു. വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു. വെടിനിർത്തൽ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. നേതൃത്വം നൽകിയത് അമേരിക്കയാണ്. ദോഹയിൽ 2 ആഴ്ചയിലധികം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗസയിൽ ആഹ്ലാദത്തിലാണ് ജനം. ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സൈന്യം തുടരുമെന്ന് ഇസ്രയേലിന്റെ നിലപാടാണ് വെടിനിർത്തൽ ചർച്ചകളിൽ പ്രതിസന്ധിയായി നിന്നത്. തുടർന്ന് ഇരുപക്ഷവുമായി ഖത്തർ പ്രധാനമന്ത്രി വെവ്വേറെ ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളാണ് ഫലം കണ്ടത്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ സൈനിക സാന്നിധ്യം കുറച്ചുകൊണ്ടുവരുമെന്ന് ഇസ്രയേൽ സമ്മതിച്ചു. 42 ദിവസം നീളുന്നതാണ് ആദ്യഘട്ട വെടിനിർത്തൽ. ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ബന്ദികളാക്കിയ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. ഇതിനു പകരമായി ഇസ്രയേലിന്റെ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെ വിട്ടയക്കും. ഇസ്രയേൽ സൈന്യം ഗസയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. ആദ്യഘട്ടം തീരും മുമ്പ് 2ാം ഘട്ടത്തിനുള്ള ചർച്ചകൾ തുടങ്ങും. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ഗസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയായിരുന്നു. തിരക്കിട്ട് വെടിനിർത്തൽ കരാറിനെ ഇസ്രയേൽ അനുകൂലിച്ചതിന് കാരണം എന്താവും? ഗസയിൽ ഇസ്രയേൽ വൻ നാശം വിതച്ചിട്ടുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടാൻ ഇസ്രയേൽ ഇനിയും കൂട്ടക്കുരുതി തുടരേണ്ടിവരും. ഇസ്രയേൽ ശാന്തമല്ല. നെതന്യാഹുവിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇസ്രയേൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ ഹമാസ് തടവിലാക്കിയ മനുഷ്യരുടെ ബന്ധുക്കളുടെ നെഞ്ചിൽ തീ ആളിക്കത്തും. ബന്ദിമോചനം വൈകുന്നതിൽ നെതന്യാഹു പ്രതിക്കൂട്ടിലാണ്. മാത്രമല്ല, ഹമാസിനെ അത്ര എളുപ്പത്തിൽ തുടച്ചു നീക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേലിന് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഹൂതികളും ഇറാനുമെല്ലാം ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഹമാസിനെ സൈനിക നടപടിയിലൂടെ തോൽപ്പിക്കാനാകില്ലെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരത്തെ തന്നെ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗസയിൽ ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ ഇടങ്ങളിലെല്ലാം ഹമാസ് മടങ്ങിയെത്തിയെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിന്റെ മാസങ്ങൾ നീണ്ട ആക്രമണം ഹമാസിന്റെ ശക്തി ചോർത്തിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സൈനികബലം പൂർണ്ണമായി അവർ വീണ്ടെടുത്തിട്ടുണ്ടെന്നും ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരുന്നു. ബദൽ പദ്ധതികളോ പലസ്തീനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പരിഹാരമോ ഇല്ലാതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനാവില്ലെന്നും ഹമാസിനെ സൈനിക നടപടിയിലൂടെ മാത്രം തോൽപ്പിക്കാനാകില്ലെന്നും ഇസ്രയേലിനെ അറിയിച്ചിരുന്നതായി ആന്റണി ബ്ലിങ്കൻ വെളിപ്പെടുത്തി. അടിച്ചൊതുക്കാനാണ് തീരുമാനമെങ്കിൽ ഹമാസ് തിരിച്ചുവരും. ഹമാസ് അല്ലെങ്കിൽ അപകടകാരികളായ മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ ഉയർച്ച അതുണ്ടാകുമെന്നാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ എന്താണ് സംഭവിച്ചത്? സൈനിക നടപടി പൂർത്തിയാക്കി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുമ്പോഴെല്ലാം ഹമാസ് അവിടെ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഹമാസ് അവർക്ക് നഷ്ടമായ അത്രയും അംഗങ്ങളെ വീണ്ടും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഗസയിൽ വേണ്ടത് ശാശ്വത സമാധാനമാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു. സ്ഥിരമായ സമാധാനം വരുത്തുന്ന വിധം യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. സ്വന്തം രാഷ്ട്രത്തിനായുള്ള പലസ്തീനികളുടെയും സ്ഥിരമായ സുരക്ഷയ്ക്കായുള്ള ഇസ്രയേലികളുടെ ലക്ഷ്യവും ഒരുമിച്ചു പോകണം. പലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ വെസ്റ്റ് ബാങ്കും ഗസയും ഒന്നായുള്ള പുതിയ പലസ്തീൻ ഭരണം വരണം. ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ അധിനിവേശം അവസാനിപ്പിക്കണം. അവിടെ ഉപരോധമോ വിലക്കോ പാടില്ല. ഗസയിലെ ജനങ്ങളെ നിർബന്ധിച്ച് കുടിയിറക്കരുത്. ഈ നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ തന്നെ ഇസ്രയേലിനു മുന്നിൽ വെച്ചതാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു.